ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് തന്നെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ ഓക്കെ, സോ സിഗ്നൽസ് ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യും. സോ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വേണമെങ്കിൽ ഓക്കെ, സോ വെൻ വി നീഡ് എ signals having the prescribed standard form, so we want to design a wave shaping circuits. So ആ ഒരു പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നതാണ് സിനുസോയിഡൽ സിഗ്നൽസ്, സ്ക്വയർ സിഗ്നൽസ്, ട്രയാങ്കുലേഴ്സ്, പൾസസ്. ഓക്കെ, സോ അതൊക്കെ എന്തൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റാണ് ഇതിനെല്ലാത്തിനുള്ളത്. ഓക്കെ, സോ അപ്പം പറയാം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഇൻ ദ ഡിസൈൻ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ് they need frequently to arise for a signal having the prescribed standard form. ഓക്കെ, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള സിഗ്നൽസിന് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നെ ഉള്ള നെസസറി കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, സം പെർട്ടിക്കുലർ കണ്ടീഷൻസ് ആർ ദർ. സോ അതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ വേവ് ഫോം ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് മോർ ഓവർ നമുക്കൊരു വേവിനെ വേറൊരു ടൈപ്പ് വേവ് ആക്കി മാറ്റാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാം, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ പെർട്ടിക്കുലർലി നമ്മൾ ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്, ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, ഇതൊക്കെ അതിൻ്റെ അപ്ലിക്കേഷനാണ്. Okay, so a differentiator, integrator, clipping and clamping are the applications of our wave shaping circuits. സോ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ലീനിയർ എലമെൻസിനെ കൊണ്ടാണ് വിചാരിക്കുക. സച്ച് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ഓക്കെ, ആൻഡ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. സോ സച്ച് ലീനിയർ എലമെൻസിനെ കൊണ്ടാണ് നമ്മൾ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നതെങ്കിൽ, സോ സച്ച് ടൈപ്പ് ഓഫ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആസ് കോൾഡ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയും. സോ ലിസൺ, ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്ന ലീനിയർ എലമെൻറ്റ്സ് ആയിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറിനെ കൊണ്ടാണെങ്കിൽ, സോ സച്ച് സർക്യൂട്ട്സ് വിൽ ബി കോൾഡ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഇപ്പം നമ്മളൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, ഓക്കെ, വി ആർ മേക്കിംഗ് എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഡയോഡ് ആൻഡ് അവർ ലീനിയർ എലമെൻറ്റ്. ഒരു ഡയോഡും ഒരു ലീനിയർ എലമെൻറ്റും കൂടി കോമ്പിനേഷൻ പ്രകാരമാണ് നമ്മൾ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. സോ ലിസൺ, സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് based on the element that will be used for built, that will be categorized into two types. So first one is linear wave shaping circuits and second one is non-linear wave shaping circuits. So these linear wave shaping circuits are the circuits that will be formed with the help of linear elements such as inductor, capacitor, resistors, etc. So in the case of non-linear wave shaping circuit, the circuit has to be built by the combination of our diode and our linear elements. So these are the different type of wave shaping circuits, different categories of wave shaping circuit. So അപ്പം വേവ് ഷേപ്പിംഗ്, ഒരു വേവ് ഷേപ്പിംഗ്, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷേപ്പിംഗ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ നമ്മളെ ഇൻപുട്ടിൽ നമ്മൾ ഏത് വേവാണോ കൊടുത്തത് ആ വേവിനെ ഷേപ്പ് ചെയ്യുക, ബേസിക്കലി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ വിൽ ബി ദ കോമ്പിനേഷൻ, ഒരു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദ കോമ്പിനേഷൻസ് ഓഫ് റെസിസ്റ്റർ, കപ്പാസിറ്റർ വയ്ക്കും, റെസിസ്റ്റർ, ഇൻഡക്ടർ വയ്ക്കും. ആൻഡ് മോർ ഓവർ RLC സർക്യൂട്ട്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, സോ ലിസൺ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് രണ്ട് കാറ്റഗറി, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഓക്കെ, സോ ലിസൺ, ഒരു
ലീനിയർ നെറ്റ്വർക്കിലേക്ക് ഇവിടെ ഞാനൊരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ലീനിയർ നെറ്റ്വർക്കിലേക്ക് നമ്മൾ സൈനുസോയിഡൽ സിഗ്നലും നോൺ സൈനുസോയിഡൽ സിഗ്നൽസും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുന്നത്. സോ ലിസൺ, വെൻ എവർ വി ആർ അപ്ലൈയിങ് എ സൈനുസോയിഡൽ സിഗ്നൽ ടു അവർ ലീനിയർ നെറ്റ്വർക്ക്, so the output will be output produced the sinusoidal signal with amplified. It is amplified and a 90-degree phase shift with respect to our input sine wave. ലിസൺ, നമ്മളൊരു സൈൻ വേവ് ആണ് ഇൻപുട്ടിലേക്ക്, ലീനിയർ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അത് ആംപ്ലിഫൈ ചെയ്യും. Okay, and moreover it will be 90-degree out of phase with our input sinusoidal signal. Okay, but in the case of when we are applying the non-sinusoidal signals, what happened? The wave shape, in the case of the non-sinusoidal signals, the output of a linear circuit will be wave-shaped signal produced. It will be shaped. അതായത് നമുക്ക് ഏത് പ്രിസ്ക്രൈബ്ഡ് മാനറിലാണോ കിട്ടേണ്ടത് ആ രീതിയിൽ ചെയ്തിട്ടേക്ക് നമുക്ക് എന്തായിട്ട് ഔട്ട്പുട്ട് കിട്ടുക when we are applying the non-sinusoidal signals. Okay. So next we are going to detail discussion about the linear wave shaped circuits. Okay, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു linear wave shaped circuitsൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. whenever we are going to get the idea of linear wave shaped circuits, there will be the usage of always the linear element within the circuits. So based on the usage of this linear element, there will be having the different applications, mainly the RC circuits such as high pass RC circuit and low pass RC circuit, differentiator, integrator. Okay, so these are the application of our linear wave shaped circuits. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ലീനിയർ വേവ് ഷേപ്പ് സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന കേസിൽ, ഓക്കെ, അവിടെ 4 കേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആൻഡ് ലോ പാസ് ആർ സി സർക്യൂട്ട്, ഡിഫറൻഷിയേറ്റർ ആൻഡ് ഇൻ്റഗ്രേറ്റർ. ദീസ് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ വേവ് ഷേപ്പ് സർക്യൂട്ട്സ്. സോ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക്, ഓക്കെ, whenever we are going to discuss about the high pass RC circuit and low pass RC circuit, differentiator, integrator, we want to discuss what happened there. Okay, so what happened the input of these circuits. So let's discuss about the high pass RC circuit. High pass RC circuits എന്താ നോക്കാം. സോ ഹൈ പാസ് ആർ സി സർക്യൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ സർക്യൂട്ട് മനസ്സിലാക്കുക എന്നുള്ള. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കോമ്പിനേഷനുള്ള വേവ് ഷേപ്പ് സർക്യൂട്ട്സ് ആണ്. സോ ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ അകത്ത് ഹൈ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ച് ആണ് ആദ്യം, അല്ലേ? ഹൈ പാസിൻ്റെ ഹൈ പാസിന് എഴുതുന്ന സമയത്ത് എച്ച് ആണ് ആദ്യം. ഓക്കെ, എച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ കപ്പാസിറ്ററിൻ്റെ ഫോമിലേക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഒരു ഹൈ പാസ് ഫിൽറ്ററിൽ കപ്പാസിറ്റർ സീരീസും അതിന് പാരലായിട്ട് റെസിസ്റ്ററുമാണ്. Okay, this is the combination. This is the connection of high pass RC circuits. Okay, this is here the output we taking across our resistor R, and there will be an input capacitor that will be series with our resistor. Here we are applying the input signal. Okay, so this is the circuit of our high pass RC circuit. So listen, here I represent that circuit. Listen, here ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, നമ്മൾ കുറേ സർക്യൂട്ട്സ് പഠിക്കും. സോ അതുകൊണ്ട് തന്നെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഹൈ പാസിന് സോ എച്ച് ആണ് സ്റ്റാർട്ടിങ്. സോ എച്ച് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എച്ച് വിൽ ബി അതിൻ്റെ നടുക്കിലെ ലൈൻ അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ കിട്ടും. ദാറ്റ് മീൻസ് ദ കപ്പാസിറ്റർ ഇസ് ദ ഫസ്റ്റ് കോമ്പണൻറ്റ്. When we are drawing the circuit, the capacitor is the first component. That will be a series with our parallel resistor. Okay. So next is we are taking the output across our parallel resistors, and we are applying the input across our resistor and capacitor combination. Okay, listen, what happened here? Actually, we all know what is the reactance of capacitor. The reactance of capacitor, we always give the equation 1 divided by j omega c. So from the omega, okay, the omega value will be 2 pi f. So we substitute that value in the next equation, next line. Okay, so that means here j, 2 pi and c are constant for in the case of particular capacitor.
Okay, so next, that means next is there will be a variable value always in the case of input signal, that is our frequency. So that's x is directly proportional to 1 by f. From this equation we can resolve that xc, the reactance of our capacitance, is inversely proportional to the frequency. That means when we are applying the low frequency, listen, when we are applying the low frequency, what happened? The reactance of the capacitor, the reactance of the capacitor will become high. Okay, so that low frequency component will not allow to pass through that network by this capacitor. ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, ഈ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഇതിലെ കൂടെ കടത്തി വിടില്ല, ബിക്കോസ് ദ റിയാക്ടൻസ് ഓഫ് ദാറ്റ് കപ്പാസിറ്റർ ഇസ് ഹൈ അറ്റ് ദ ടൈം ഓഫ് ലോ ഫ്രീക്വൻസി. What happened in the case of high frequency? In the case of the high frequency, the reactance will become decreases. Okay, that means reduces. Okay, when the high frequency component come across our input, the capacitor reactance is low, hence it will be allow that signal to pass us to the output. That means the output of the high pass RC circuit, listen, the output of this circuit is always get the high frequency signals. That means its name will become high pass RC circuit. Listen, for in the case of high pass RC circuit, the RC circuit will, the output of that RC circuit is always contain the high frequency signal because of this relation. Okay, so that's why its name will become high pass RC circuit. ഓക്കെ, സോ അതായത് ലോ ഫ്രീക്വൻസി കോമ്പണൻറ്റിനൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റിനൊക്കെ എന്ത് ചെയ്യും, അലോ ചെയ്യും, ബിക്കോസ് ഓഫ് ദിസ് റിലേഷൻ ഓഫ് capacity reactance and the frequency of our input signal. Okay, so this high pass RC circuit ഒരു application ആണ് ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. ലിസൺ, ഹൈ പാസ് RC സർക്യൂട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു ഹൈ പാസ് RC സർക്യൂട്ടാണ് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുക, ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ലിസൺ, ഒരു ഹൈ പാസ് RC, ഞാൻ നിങ്ങളുടെ പറഞ്ഞ ഹൈ പാസ് ആണ് എന്ത് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ബട്ട് ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് ഒരു ഹൈ പാസ് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. Okay, so whenever that condition is accepted, okay, whenever this condition is accepted our high pass RC circuit, then that circuit is always behaves as a differentiator. So we are going to discuss about this differentiator, how it is happen. Listen, I already said that there will be a condition. That condition is this: the reactance of our capacitance has to be used in our circuit should be greater than our resistance that should be used in the same circuit. ഓക്കെ, അതായത് നമ്മൾ ഹൈ പാസ് RC സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂവിനെക്കാട്ടിലും, അതായത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ അല്ല, സോറി, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം, നമ്മൾ യൂസ് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെക്കാട്ടിലും വളരെ ഹൈ ആയിരിക്കണം. Okay, that means the reactance of the capacitor is much higher than the resistor. That is the condition for attaining a high pass RC circuits as a differentiator. Okay, so listen. So when we are applying the input signal, the current passing through our capacitor, then after it will be flowed to the resistor. So listen, from the circuits, the output, listen, we are taking the output across our resistor. So the output is equal to I into R. Okay, listen, the output will become I into R. That means we are taking the output across our resistor only. Okay, so next, here the I is the current passing through the circuit. ഓക്കെ, സോ നമുക്കിപ്പോൾ അറിയാം റിയാക്റ്റൻസ്, നമ്മളെടുത്ത കണ്ടീഷൻ എന്ത്, റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഇസ് ഓൾമോസ്റ്റ് മച്ച് ഹയർ ദാൻ അവർ റെസിസ്റ്റർ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പാസിറ്ററിൽ, ഓക്കെ, നമ്മുടെ കപ്പാസിറ്ററിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. സോ ദ വോൾട്ടേജ് അക്രോസ് അവർ കപ്പാസിറ്റർ വിൽ ബി ദ ഓക്കെ, അതായത് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത വോൾട്ടേജ് ഏകദേശം സെയിം ആയിരിക്കും. സോ ദാറ്റ്സ് വോൾട്ടേജ് വിൽ ബിക്കം Vin is equal to 1 divided by C into integral I into dt. This is the equation for voltage across the capacitor. Okay, so the same thing here, and from taking the derivative on the both side, what happened, dVn divided by dt, the integral term നമ്മൾ derivative term എടുക്കുന്ന സമയത്ത് cancel ചെയ്തു പോകും. So we get only the value is I. That means dVn divided by dt is equal to 1 by C into I.
So from here we get the expression for I is equal to C into dV in divided by dt. Okay, by substituting the equation 2. Okay, here this is our equation 2 in our equation 1. That means we get the equation 1, that is in the case of output voltage. The output voltage that will be get as I into R. Here it is. Okay, we already get the output voltage equation in terms of I and R is equal to V out is equal to I into R. So from this equation we substitute the equation 2. That means here we get the high expression. So we get it as V out is equal to I into R അല്ലേ. I into R ഐക്ക് എന്ത് കൊടുക്കണം, ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ എന്ത് കിട്ടും, R നമ്മൾ പഠിച്ചു. ഐൻ്റെ ഇക്വേഷൻ എന്താ, C into dV in divided by dt. C into dV in divided by dt. So this is the expression for our output. ഓക്കെ, സോ ലിസൺ, ഇപ്പം എന്ത് കിട്ടുന്നത് നമുക്ക്, നമ്മളെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇൻപുട്ടിൻ്റെ ഡെറിവേറ്റീവ് ഫോമാണ് കിട്ടിയത്. നമ്മളെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഡെറിവേറ്റീവ് ഫോമാണ് കിട്ടിയത്. സോ ലിസൺ, സോ from this equation, from the third equation, it is clear that the output V out is directly proportional to the input voltage. That means നമ്മൾ കിട്ടിയ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ, ഓക്കെ, നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വരിക. ദാറ്റ്സ് മീൻസ് അവർ RC, high pass RC circuits, now it is behave as a differentiator. Okay, so it should be noted that when the RC high pass circuit follows the condition, that means the reactance of the capacitor is always greater than the resistance that's be used in the circuit. Next we are going to discuss about the frequency response of high pass filter. ഓക്കെ, നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ പാസ് ഫിൽറ്ററാണ്. സോ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലിസൺ, so this is the circuit for our high pass filter. Here we are connecting the capacitor in series with our resistor. Okay, so the resistor is parallel. We are taking the voltage across our resistor. We are applying the input voltage in between our capacitor and resistor. So ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കപ്പാസിറ്ററിലേക്കും, കപ്പാസിറ്ററിൻ്റെ ഈ ഒരു വോൾട്ടേജ് നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് ഈ രണ്ട് പോയിന്റിലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഈ റെസിസ്റ്ററിൻ്റെ അക്രോസിൻ്റെ വോൾട്ടേജിൻ്റെ സമ്മായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സൈഡിലെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പ്രസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് I ഇൻറ്റു ഈ ഒരു I എന്ന് പറയുന്ന വി ഐ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യും. സോ I ഇൻറ്റു R ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും, എക്സ്പ്രഷൻ കിട്ടും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജിൻ്റെ സം ആയിരിക്കും. ദാറ്റ്സ് മീൻസ് വി ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് I ഇൻറ്റു R ആൻഡ് ദ ഇൻപുട്ട് എക്സ്പ്രഷൻ ഫോർ ദ ഇൻപുട്ട് വോൾട്ടേജ് ആസ് I ഇൻറ്റു R plus 1 by divided by j omega c. Okay, so this is the input voltage that will be here. We get that says sum of our capacitive voltage and our resistive voltage. This is the resistive voltage and this is the capacitive voltage expression. From here we want to calculate the transfer function. What is transfer function? So transfer function is the ratio of our output to the input. Okay, so output voltage, input voltage തമ്മിലുള്ള ratio ആണ് നമ്മുടെ transfer function. So here we want to calculate the output and input ratio. That means our transfer function. So we get the expression for the output and our input voltage. So from here, by applying the output voltage expression and input voltage, that we already get by cancelling the common terms, we get the expression as R divided by R plus 1 divided by j omega c. Okay, so from here this R is the common term. From here we want to take the common R. So we get it, the equation as R divided by R into 1 plus 1 divided by j omega c R. From here the common term and denominator and numerator this will be cancelled. So we get the expression as 1 divided by 1 plus 1 divided by 1 plus 1 divided by j omega RC. From here 1 divided by j, we all know, okay, what is j? J is equal to, j എന്ന് പറഞ്ഞാൽ എന്താ, j is equal to root minus 1.
സോ 1 ഡിവൈഡ് ബൈ ജെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഹൗ വി ഗെറ്റ് ദ 1 ഡിവൈഡ് ബൈ ജെ. 1 ഡിവൈഡ് ബൈ ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ 1 ഡിവൈഡ് ബൈ റൂട്ട് -1 അല്ലേ. സോ 1 ഡിവൈഡ് ബൈ റൂട്ട് -1 ആണ്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 1 ഡിവൈഡ് ബൈ ജെനെ മുകളിലും താഴെയും നമുക്ക് ജെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ജെ ഡിവൈഡ് ബൈ റൂട്ട് 1 -1 ഇൻറ്റു റൂട്ട് -1. What we get, j divided by -1 2. That means it will be equal to minus of j. That means 1 divided by j എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മൈനസ് j എഴുതാം. So from here the denominator having the 1 divided by j, the next terms it will be changes as 1 divided by 1 minus j divided by 2 pi f r c. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ 1 ഡിവൈഡ് ബൈ ജെക്ക് പകരം മൈനസ് ജെ കൊടുത്തു. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 ഡിവൈഡ് ബൈ ജെനെ എന്ത് ചെയ്താൽ മൈനസ് ഓഫ് ജെ എന്ന് എഴുതാം. Okay, so that's why we get the expression as 1 divided by 1 minus j divided by 2 pi frc. Okay, and moreover 2 pi f എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഒമേഗ അല്ലേ. 2 pi f എന്ന് പറയുന്നത് നമ്മുടെ ഒമേഗ. ആൻഡ് മോറോവർ f1, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, f1 എന്ന് പറയുന്നത് എന്ത് എടുക്കാം, 1 ഡിവൈഡ് ബൈ 2 pi rc. ഓക്കെ, സോ ലിസൺ, ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാൻ നിങ്ങളുടെ പറഞ്ഞു 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ ആർ സിയിൽ 1 ഡിവൈഡ് ബൈ ജെ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, മൈനസ് ജെ എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് മോർ ഓവർ ഇവിടെ ഒമേഗ എന്നുള്ള ടേം ഉണ്ട്. ആ ഒമേഗയ്ക്കാണ് നമ്മൾ എന്ത് കൊടുത്തത്, 2 pi f എന്ന് കൊടുത്തത്. ഓക്കെ, ഫ്രം ദിസ് എക്സ്പ്രഷൻ ഓക്കെ നമുക്ക് f1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഫസ്റ്റ് f1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി എടുത്തു. സോ അതെന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 2 pi rc. ഓക്കെ, 2 pi rc എടുത്തു. സോ അങ്ങനെ 2 pi rc എടുത്താൽ നെക്സ്റ്റ് ഇവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്ത് 1 ഡിവൈഡ് ബൈ 2 pi rc എന്നുള്ള ടേം ഉണ്ട്. ഓക്കെ, അവിടെ എന്ത് കൊടുക്കുക, f1നെ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ദാറ്റ് മീൻസ് വി ഹിയർ കൺസിഡർ ദ f1 ആസ് 1 ഡിവൈഡ് ബൈ 2 pi rc. സോ അവർ ഫോർത്ത് ഇക്വേഷൻ വിൽ ബിക്കം ആസ് v out divided by v in is equal to 1 divided by 1 minus j f1 divided by f. Okay, so next we are going to take the modulus of this function. Okay, while we taking the modulus, we get modulus of v out divided by v in is equal to 1 divided by root of 1 plus f1 divided by f the whole square. So this is the expression of our modulus value of our transfer function. So next we want to calculate the next we have to calculate the phase of that. Okay, so from here v out by v in is a complex function. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ മോഡുലസ് വാല്യൂ എടുത്തത്. ഓക്കെ, സോ അതുകൊണ്ട് ആ മോഡുലസ് വാല്യൂ എടുത്തു. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ വെച്ചാൽ അതിന് എന്തുണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ഫേസ് ഉണ്ടാവും. സോ ആ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് ഈ മോഡുലസ് വാല്യൂ കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി കിട്ടി മോഡുലസ് വാല്യൂ എന്താണ്, ആ മാഗ്നിറ്റ്യൂഡാണ് നമുക്കിപ്പോൾ കിട്ടിയത്. Okay, that means 1 divided by root of 1 plus f1 divided by f the whole square. Okay, so next നമ്മൾ എന്താ ഫേസ് കാണാൻ പോവുക. ഫേസ് കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഫ്രീക്വൻസിക്ക് ഓക്കെ നമ്മളോട് കൊടുത്ത എഫിൻ്റെ പെർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ കാണാം. സോ നമ്മളിവിടെ എന്ത് ചെയ്യാൻ വെച്ചാൽ എഫിന് നമ്മൾ പെർട്ടിക്കുലർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ആംഗിൾസ് ഫേസ് കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഫ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഫ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് വരും, വി ഔട്ട് ബൈ വി എൻ ഇസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്ത് വരും, 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, f1 ഡിവൈഡ് ബൈ എഫ് ആയിരുന്നു. അപ്പോൾ എഫ് എന്ന് പറയുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ 0 വരും. സോ ഡിനോമിനേറ്റർ 0 ആയിട്ട് ആ ടേം എന്തായി ഇപ്പോൾ ഇൻഫിനിറ്റി ആയിപ്പോൾ. സോ ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും, നമുക്ക് ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുക. സോ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ്സ് മീൻസ് വെൻ ദ എഫ് ഈക്വൽ ടു 0, എഫ് 0 ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും, 0 കിട്ടും. Okay, next we are going to discuss about the f is equal to f1. Okay, so f is equal to f1 ആവാൻ വെച്ചാൽ അതായത് നമുക്ക് കൊടുത്ത രണ്ട് ഫ്രീക്വൻസീസ് ഈക്വൽ ആവുക. സോ അറ്റ് ദാറ്റ് ടൈം വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എന്ന് വരും. ദാറ്റ്സ് മീൻസ് 1 വരും ആ ടേം. സോ 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. ദാറ്റ്സ് മീൻസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 എന്നുള്ള കണ്ടീഷൻ വരും. ഓക്കെ, സോ നെക്സ്റ്റ്
എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വന്നാൽ വാട്ട് ഹാപ്പൻ, വി ഔട്ട് ബൈ വിൻ്റെ വാല്യൂ എന്ത് വരും, 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി വരും. 1 ഡിവൈഡ് ബൈ എൻ്റെ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്ന ആ ടേം എന്താ ഇവിടെ 0. സോ ദെൻ നമുക്ക് എന്ത് കിട്ടുക വാല്യൂ, റൂട്ട് ഓഫ് 1 പ്ലസ് 0 വരും. സോ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ വി ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ആസ് 1. സോ ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് എഫിന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ള കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ okay, from the equation 7, okay, that f is equal to f1, the magnitude of output will become 1 by root 2. That means the magnitude is the output of that magnitude is 1 by root 2 times the magnitude of our input. Okay, input inde 1 by root 2 മടങ്ങാണ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, സോ ലിസൺ, ആ ഒരു ടൈമിൽ, ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് നമുക്ക് എന്താ 3 dB ഫ്രീക്വൻസി അക്വയർ ചെയ്യാം. ഓക്കെ, 3 dB ഫ്രീക്വൻസി അക്വയർ ചെയ്യാൻ എന്താ 1 by root 2 കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിക്കാണ്. സോ ദാറ്റ്സ് മീൻസ് വി ഗെറ്റ് ഹിയർ ഇറ്റ് ആസ് 20 log 1 by root 2. ആ ഒരു മാഗ്നിറ്റ്യൂഡ്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഇസ് ഈക്വൽ ടു മൈനസ് 3 dB. അതായത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണോ നമ്മൾ ഇൻപുട്ടിനെക്കാട്ട് 1 by root 2 ടൈംസ് ആവുന്നത്, ഓക്കെ, സോ ആ ഒരു ടൈമിനെ നമ്മൾ ലോഗ് വാല്യൂ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, മൈനസ് 3 dB ഫ്രീക്വൻസിയിലേക്ക്. ദാറ്റ്സ് മീൻസ് ഓക്കെ, F1 ഈസ് കോൾഡ് ലോവർ ഫ്രീക്വൻസി. ഈ ഒരു ടൈമിൽ, അതായത് മൈനസ് 3 dB എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ഫംഗ്ഷൻ, നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എപ്പോഴാണോ 1 by root 2 ആവുന്നത്, അവിടെ ആ സമയത്തുള്ള F1ൻ്റെ വാല്യൂവിനെ പറയുന്നത് വേണം ലോവർ 3 dB കട്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ ലിസൺ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എഫ് ഇസ് ഈക്വൽ ടു F1 ആണെന്ന് പറഞ്ഞു. സോ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 by root 2 ആണ്. സോ ആ 1 by root 2 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണ് മൈനസ് 3 dB ഫ്രീക്വൻസിയാണ്. സോ ആ മൈനസ് 3 dB ഫ്രീക്വൻസിയിലുള്ള സമയത്ത് ആ ഒരു F1ൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് 3 dB ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് മോർ ഓവർ വെൻ വി ആർ പ്ലോട്ടിംഗ് ദീസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അവർ ഗെയിൻ, ദാറ്റ് മീൻസ് അവർ ഗെയിൻ മീൻസ് അവർ magnitude of our transfer function, we get a lower cutoff frequency, that's F1 at the time 1 by root 2. Okay, with the gain will become 1 by root 2 ആവുന്ന സമയത്തുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ ദിസ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഹൈ പാസ് RC സർക്യൂട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഹൈ പാസ് RC സർക്യൂട്ട്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആംഗിൾ. ഓക്കെ, ഫേസ് ആംഗിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫേസ് ആംഗിളിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ വി ഔട്ട് ബൈ വി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് ജെ ഡിവൈഡ് ബൈ 2 പൈ എഫ് ഇൻറ്റു RC. ഓക്കെ, സോ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ റിസോൾവ് ചെയ്തു, 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു മൈനസ് 1 ഡിവൈഡ് ബൈ 2 പൈ എഫ് ഇൻറ്റു RC. ഓക്കെ, സോ നമ്മൾ ഈ എക്സ്പ്രഷനെ നമ്മൾ ഇങ്ങനെ റിസോൾവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ വി ഔട്ട് ആൻഡ് വി ഇൻ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ലിസൺ ഹിയർ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ, അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ ആണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറയുന്നത്. സോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഓക്കെ ലിസൺ, വെനെവർ എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഇത് എക്സ് പ്ലസ് ഐ സെറ്റ് ആണെങ്കിൽ ലിസൺ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ സെറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ദിസ് ഈസ് അവർ കോംപ്ലക്സ് ഫംഗ്ഷൻ, ദിസ് ഈസ് 1 ഈസ് അവർ എക്സ് ആൻഡ് മൈനസ് 1 ഡിവൈഡ് ബൈ 2 പൈ എഫ് ഇൻറ്റു RC ഈസ് അവർ വൈ. So by be substituting this complex function within our general equation, we get it as, so tan inverse of 1 minus 1 divided by 2 pi f into RC. Okay, so f into RC വരും. സോ എന്ത് വരടാ നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ടു പൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക്
ഒമേഗയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് 2πf വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഒമേഗ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആംഗിൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ആംഗിൾസ് കൊടുത്തു നോക്കുക നമ്മളിവിടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റർ ആണ്. ദ ഫേസ് ആംഗിൾ ഫോർ ദ ഡിഫറൻഷിയേറ്റർ, ഒരു ഡിഫറൻഷിയേറ്ററിൻ്റെ ഫേസ് ആംഗിൾ ആണ് 90 ഡിഗ്രിക്കും. ഒരു ഡിഫറൻഷിയേറ്റർ നമുക്കറിയാം, നമ്മളെ ഹൈ പാസ് ഫിൽറ്റർ, ഹൈ പാസ് RC സർക്യൂട്ട് നമുക്ക് എപ്പോഴും ഡിഫറൻഷിയേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, 90 ഡിഗ്രി ഇക്വേറ്റ് ചെയ്തു. So 90 degree will be equal to tan inverse of 1 divided by omega RC. Okay, so അങ്ങനെയാണെങ്കിൽ ലിസൺ 90 is equal to tan inverse of 1 divided by omega RC ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ tan inverse tan ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും, tan 90 എന്ന് വരും അല്ലേ. tan 90ൻ്റെ വാല്യൂ എന്ത് നമുക്കറിയാം, ഇൻഫിനിറ്റി ആണ് നമുക്കറിയാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് 1 divided by omega RC is equal to tan of 90. Thus tan 90 will be equal to infinity. That means ഇപ്പം ഈ ഒരു ഫ്രാക്ഷൻ, അതായത് നമ്മളെ 1 divided by omega RC എന്നുള്ള വാല്യൂ ഇൻഫിനിറ്റി ആവണമെങ്കിൽ ഇതിൽ ഈ ഡിനോമിനേറ്ററിലുള്ള ഒമേഗയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ആറോ റെസിസ്റ്റൻസോ അല്ല കപ്പാസിറ്റൻസോ എന്താവണം, 0 ആവണം. അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുക, ഇൻഫിനിറ്റി കിട്ടുക. ബിക്കോസ് ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് വാല്യൂസ് ഒന്നുമില്ല, ഓൺലി 1 ഈസ് ദർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഹാവിങ് ദ പാരാമീറ്റേഴ്സ്. സോ ദോസ് പാരാമീറ്റർ എനി വൺ ഓഫ് ദാറ്റ് പാരാമീറ്റർ ഷുഡ് ബിക്കം 0. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻഫിനിറ്റി കിട്ടുള്ളൂ. ഇത് പ്രാക്ടിക്കലി നമ്മളൊരു സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒമേഗ ആണെങ്കിലും ഒമേഗ എന്ന് പറയുന്ന സമയത്ത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഏതൊരു ഇൻപുട്ടിനാണെന്ന് വെച്ചാൽ അതിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇസ് ദർ. ആൻഡ് മോർ ഓവർ ഒരു സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ 0 റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. ഇറ്റ് വിൽ ബി ഹാവിങ് ദ സം റെസിസ്റ്റൻസ് ഇസ് ദർ ആൻഡ് മോർ ഓവർ ദർ വിൽ ബി ഹാവിങ് ദ സം കപ്പാസിറ്റൻസ് ഫോർ ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താവില്ല, 0 ആവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ അവിടെ എന്താ കേസസ് ഉള്ളത്, നമുക്ക് ഈ ഫ്രാക്ഷൻ എന്തായി മാറാം, ഇൻഫിനിറ്റി ആക്കി മാറാം. അതായത് ഹയർ വാല്യൂസ് ആക്കി മാറ്റാം. ഹയർ വാല്യൂസ് ആക്കി മാറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു റേഷ്യോ എന്ത് വരും, ഇൻഫിനിറ്റി കിട്ടും. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ ഹയർ വാല്യൂസ് ആക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഡിഫറൻഷിയേറ്ററിൻ്റെ കണ്ടീഷൻ എന്താണ് നമ്മൾ എടുക്കുന്നത്, XC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R. അതായത് നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, റിയാക്റ്റൻസ് ഓഫ് അവർ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്താ, ഹൈ വാല്യൂ ഒക്കെ എടുക്കും. അങ്ങനെ ഹൈ വാല്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് വെൻ വി ആർ മൾട്ടിപ്ലൈ വിത്ത് ഹൈ വാല്യൂ വാട്ട് ഹാപ്പൻ, വി ഗെറ്റ് ആൻ ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് വി ഗെറ്റ് എ ലാർജ് വാല്യൂ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്ററിൻ്റെ കണ്ടീഷൻ എന്ത് വരാൻ കാരണം, XC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, വെരി മച്ച് ഗ്രേറ്റർ ദാൻ അവർ റെസിസ്റ്റൻസ് ബി യൂസ്ഡ് വിത്തിൻ ദ സെയിം സർക്യൂട്ട്. സോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതായത് 1 omega RC is equal to ഇൻഫിനിറ്റി എന്നുള്ള കേസ്, അത് ഡിഫറൻഷിയേറ്റ് ഉണ്ട് കേട്ടോ. സോ ആ ഒരു കേസിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പോവാം. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്, അപ്പം നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്ത ഇവിടെ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കോമ്പിനേഷനാണ്. സോ ദ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് കപ്പാസിറ്റൻസ് വാല്യൂ നമ്മൾ യൂസ് ചെയ്ത റെസിസ്റ്ററിൻ്റെ ആണെച്ചാലും കപ്പാസിറ്ററിൻ്റെ ആണെങ്കിലും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂൻ്റെയും കപ്പാസിറ്റൻസ് വാല്യൂൻ്റെയും പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ലിസൺ, R/C അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം കോൺസ്റ്റൻറ്റ് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ടൈം കോൺസ്റ്റൻറ്റ് ഫോർ എ ഹൈ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കേസിലുള്ള ടൈം കോൺസ്റ്റൻ്റ് എത്രയും കണ്ടുപിടിക്കാൻ പോകും. ജസ്റ്റ് എ മൾട്ടിപ്പിൾ ഓഫ് അവർ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ. സോ നമുക്കിപ്പോൾ കിട്ടിയത്, അതായത് നമ്മൾ ഫേസ് ആംഗിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ അതെന്തായാലും 1 omega RC ഷുഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസാണ്. സോ അതായത് ഞാൻ പറഞ്ഞു അതിൻ്റെ വാല്യൂ ഒരിക്കലും നമുക്ക് ഇൻഫിനിറ്റി കണ്ടീഷൻ കിട്ടണം, ഡിനോമിനേറ്റർ 0 എന്നുള്ള കണ്ടീഷൻ കിട്ടില്ല. സോ നമ്മൾ അത് ആ ഫ്രാക്ഷൻ എന്താക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ എടുക്കുക. ദാറ്റ്സ് മീൻസ് ഞാൻ ഇവിടെ കൊടുത്തു ഒരു ലെറ്റ് 1 omega RC ആ ഫ്രാക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുത്തു, അതായത് ഹൈ വാല്യൂ അല്ലേ.
സോ ഈ ഒരു 1/(ω(RC) ഈസ് ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കാൻ കാരണം ഇതൊരു പ്രാക്ടിക്കലി നമ്മളെ പ്രാക്ടിക്കൽ കേസിൽ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് 100 എന്നുള്ളത് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാൻ കാരണം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് വരും, നമുക്ക് ഓൾറെഡി അറിയാം ടാൻ ഇൻവേഴ്സ്. ഓക്കെ, 1/(RC) ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 90 എന്നുള്ള കേസിലേക്ക് നമ്മളെടുത്ത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 100 എടുത്തു. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത്, സോ നമുക്കിപ്പോൾ കിട്ടിയ കണ്ടീഷൻ തന്നെ ω(RC) ഈസ് ഈക്വൽ ടു ടാൻ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ടാൻ 90 ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ദാറ്റ്സ് മീൻസ് ഇവിടെ നമ്മൾ എന്താ കണ്ടീഷൻ എടുത്തത്, RC കണ്ടിരിക്കുന്ന സമയത്ത് ω(RC) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്നുള്ള കേസ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, ടാനിൻ്റെ ആംഗിൾ ടാൻ ഓഫ് 90 എന്ന് പറയുന്നത് എന്താ, 100. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എടുത്താൽ ടാൻ അതായത് നമ്മളിപ്പോൾ ഇത് അസ്യൂം ചെയ്യുക 1/(ω(RC) ഈസ് ഈക്വൽ ടു 100. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഓൾറെഡി ഇവിടെ നിന്ന് നമുക്ക് റിസോൾവ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെ റിസോൾവ് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/(ω(RC) ഈസ് ഈക്വൽ ടു തീറ്റ ആണ് അല്ലേ. സോ ഇങ്ങനെ റിസോൾവ് ചെയ്യുന്ന വെച്ചാൽ നമുക്കിപ്പോൾ ഈ വാല്യൂ നമുക്ക് എന്തായിട്ട് 100 ആയി കിട്ടിയിട്ടുണ്ട്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ മതി. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 89.42 ഡിഗ്രിയാണ്. റീസൺ ഒന്നുകൂടി പറയാം, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1/(ω(RC) ഈസ് ഈക്വൽ ടു ടാൻ 90 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിവിടെ എടുത്ത കണ്ടീഷൻ ടൈം കോൺസ്റ്റൻറ്റ് കാണുന്ന സമയത്ത് നമ്മൾ എടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ കണ്ടീഷനിൽ 1/(ω(RC) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്നുള്ള കേസ്. ദാറ്റ്സ് മീൻസ് 1/(ω(RC) ഈസ് ഈക്വൽ ടു 100. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു ഫ്രാക്ഷൻ 100 ആവുന്നതെന്ന് വെച്ചാൽ ദാറ്റ്സ് മീൻസ് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കാണാം എന്ത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/(ω(RC) എന്നുള്ളത് നമുക്ക് 90 തീറ്റയാണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/(ω(RC) എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 100 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ 89.42 ഡിഗ്രി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് 100 എന്ന് പറയുന്നത് 89.42 ഡിഗ്രി എന്ന് കിട്ടും. സോ അതാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടീഷനിലേക്ക് തന്നെ പോവാണ്. 1/(ω(RC) ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ, 2πf ആണ്. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So from here we get it as 1/2πf into RC is greater than or is equal to 100. So from here we are resolves this expression as nonlinear equation as in the case of RC. ഓക്കെ, ഒരു RC ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോൺ ലീനിയർ ഇക്വേഷൻ റിസോൾവ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടുക, RC ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. ഇത് ഡിനോമിനേറ്ററിലെ ന്യൂമറിലേക്ക് കൊണ്ടുപോയി റെസിപ്രോക്കൽ ആവുന്ന സമയത്ത് ഇവിടെ എന്താ ഈ നോൺ ലീനിയാരിറ്റി മാറും. സോ ഇറ്റ്സ് ബിക്കം RC ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2πf into 100. ഓക്കെ, സോ 2πf എന്ന് പറയുന്നത് എന്താ, എഫ് മാത്രം ഞാൻ ആദ്യം എടുത്തു. എഫ് മാത്രം ഈ 2πfൽ എഫ് മാത്രം ഞാനൊരു ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇൻറ്റു 1/2π ഇൻറ്റു 100. ഇത് കാരണം എന്താ വെച്ചാൽ ഈ 2πയും 100 ഒക്കെ എന്താ കോൺസ്റ്റൻ്റാണ്. അതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലിസൺ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും അല്ലേ. ആൻഡ് മോർ ഓവർ 1/f റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ടൈം പീരീഡാണ് ടി. ഓക്കെ, നമ്മൾ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈം പീരീഡാണ്. ദാറ്റ്സ് ഓൺലി എ ക്യാപിറ്റൽ ടി. Then we apply the values of our 2π and 100. We get the expression, we get the value as 0.0016. So we get the expression for the RC. Okay, RC R into C will be less than or is equal to 0.00160. ഇതാണ് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് വരിക ഫോർ ഇൻ ദ കേസ് ഓഫ് ദ ഹൈ പാസ് RC സർക്യൂട്ട്. ഓക്കെ, അതായത് നമ്മൾ ടൈം കോൺസ്റ്റന്റ് കാണുകയാണ് ഇപ്പം ചെയ്യുന്നത്. ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് എ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ദാറ്റ്സ് ബി യൂസ്ഡ് ഇൻ അവർ RC സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അതായത് ഷുഡ് ബി ആ ഒരു RCയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160. കിട്ടി എന്ന് പറയുന്നത് 1/f ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, ലിസൺ നമ്മളൊരു RC സർക്യൂട്ട്, അതായത് RC ഹൈ പാസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷനാണിത്. അതായത് ആറും സിയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ചൂസ് എ റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ ആവുന്ന സമയത്ത്
ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ റെസിസ്റ്റൻസ് വാല്യൂ ആവുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വാല്യൂ ഒരു അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു 1K റെസിസ്റ്ററാണ് നിങ്ങൾ ഒരു RC ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, 1K യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര വാല്യൂവിൻ്റെ കപ്പാസിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ റിലേഷനിൽ 1K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സിയുടെ വാല്യൂ കണ്ടാൽ മതി. സോ അതിൻ്റെ ബേസ് ആ വാല്യൂവിലിരിക്കണം നിങ്ങൾ ആ ഒരു സർക്യൂട്ടിൽ എടുക്കേണ്ട കപ്പാസിറ്ററിൻ്റെ വാല്യൂ വരിക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു റിലേഷൻ നമ്മൾ മെയിനായിട്ട് ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് നമ്മൾ ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വാട്ട് ഇറ്റ് ഈസ് ഔട്ട്പുട്ട്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ ബി ഹാപ്പൻ ദ ഔട്ട്പുട്ട്. ഓക്കെ, ആ ഔട്ട്പുട്ട് അങ്ങനെ വരാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു സൈനുസോയിഡൽ ഇൻപുട്ടാണ് നമ്മുടെ ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൽ ഇൻപുട്ടായിട്ട് വരുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻ ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, ഒരു സൈൻ വേവ് ഒരു ലീനിയർ സർക്യൂട്ട് വേവ് ഷേപ്പ് സർക്യൂട്ടിലേക്ക് ഒരു സൈൻ വേവ് വരികയാണെന്ന് വെച്ചാൽ അത് ആംപ്ലിഫൈ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കും? ഓക്കെ, 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അതിന് വരും. ഓക്കെ, ദിസ് ഈസ് ദ ഹാപ്പൻ നോർമലി. സോ നമുക്ക് അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഒരു സൈൻ വേവ് ആണ് ഇവിടെ ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ആംപ്ലിഫൈ ചെയ്തത് ഫേസ് ഷിഫ്റ്റ് ചെയ്യും, 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ ഇത് എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ലിസൺ, നമ്മളിവിടെ AC സിഗ്നൽ കൊടുക്കുക വിചാരിച്ചോ. സോ AC സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഇത് AC സിഗ്നൽ ഇൻക്രീസ് ചെയ്ത് പോവുക അല്ലേ. ആദ്യത്തെ ഫേസിൽ എന്താ ഇൻക്രീസ് ചെയ്ത് പോവുക. ആ AC സിഗ്നൽ ഇൻക്രീസ് ചെയ്ത് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലിസൺ, നമ്മുടെ ഇൻപുട്ട് അതായത് നമ്മൾ AC സിഗ്നൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുക ഈ ഒരു പാത്തിൽ. ഓക്കെ, ഈ ഒരു പാത്തിൽ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കപ്പാസിറ്റർ ചാർജിങ് നടക്കും. ഓക്കെ, നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജിങ് ചെയ്യും. ഓക്കെ, നമ്മളെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കിട്ടില്ല? ഔട്ട്പുട്ടിൽ എന്ത് കിട്ടില്ല? വോൾട്ടേജ് കിട്ടില്ല. സോ ദ വോൾട്ടേജ് വിൽ ബിക്കം ഡിക്രീസസ് അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, ഔട്ട്പുട്ട് സൈഡിൽ വോൾട്ടേജ് എന്താ അവിടെ ഡിക്രീസ് ചെയ്യും. ആ അതേ പോയിന്റിൽ നിന്ന് വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വാട്ട് ഹാപ്പൻ ദെൻ? നെക്സ്റ്റ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കുറയുകയെന്ന് വിചാരിച്ചു. വാട്ട് ഹാപ്പൻ? കുറയുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഡിസ്ചാർജ് ചെയ്യുന്ന ചാർജും കൂടി എവിടെ കിട്ടും? നമ്മളെ ഔട്ട്പുട്ടിൽ കിട്ടും. സോ ദ ഔട്ട്പുട്ട് വിൽ ഗെറ്റ് ഇൻക്രീസസ്. ഔട്ട്പുട്ട് എന്താവും? ഇൻക്രീസ് ആവും. സോ ലിസൺ, ആദ്യത്തെ ആ ഫേസിൽ ഇൻക്രീസ് ചെയ്തതാണ് ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടില്ല. ഔട്ട്പുട്ട് എന്താ? ഡിക്രീസ് ചെയ്ത് പോകും. അത് ഈ ഒരു മാക്സിമം പീക്കിൽ എന്തൊക്കെ ഇവിടെ ഔട്ട്പുട്ടിൽ മിനിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ മാക്സിമം പീക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് എന്തായത്? ഡിക്രീസ് ചെയ്ത് പോയി അല്ലേ. ആ ഡിക്രീസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടേജും കൂടി നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടും. സോ ദ ഔട്ട്പുട്ട് വിൽ ബിക്കം ഇൻക്രീസ് അറ്റ് ദ പീക്ക്. ഓക്കെ, അതായത് നമ്മളെ ഇൻപുട്ട് ഇപ്പോൾ ലോ ആയി. ഓക്കെ, ഈ ലോ ആയെടുത്ത സമയത്ത് ഇൻപുട്ട് ലോ ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താ? ഹൈ വരും. ഓക്കെ, നെക്സ്റ്റ് എഗെയിൻ ഈ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യും. എഗെയിൻ എന്തെങ്കിലും ചാർജിങ് സംഭവിക്കും. ഇങ്ങനെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ഔട്ട്പുട്ടിലെ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ഇൻപുട്ടിന് അപേക്ഷിച്ച് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഒരു സൈൻ വേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഒരു കോസ് വേവ് ആണ് കിട്ടുക. ഇവിടെ ഒരു കോസിൻ്റെ വേവ് അല്ല, 180 ഡിഗ്രി സൈനിൻ്റെ 90 ഡിഗ്രി ഡിഫറൻഷ്യൽ ഫോം, അതായത് കോസ് ഫോമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വെൻ ദ ഇൻപുട്ട് വിൽ ബി സൈൻ വേവ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പോൺസ് ഓഫ് എ സ്റ്റെപ്പ് ഇൻപുട്ട്. അതായത് നമ്മളെ ഒരു RC ഹൈ പാസ് സർക്യൂട്ടിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുക വിചാരിക്കും. ഒരു സ്റ്റെപ്പ് സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ദിസ് ഈസ് അവർ ഇൻപുട്ട്, ദിസ് ഈസ് ദ സ്റ്റെപ്പ് സിഗ്നൽ. ദിസ് സ്റ്റെപ്പ് സിഗ്നൽ ഷുഡ് ബി ഹാവിങ് ദ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി V വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സ്റ്റെപ്പ് സിഗ്നൽ നമ്മൾ RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടെന്ന്, അതായത് നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ ഇതേ സ്റ്റേറ്റിൽ നിൽക്കുക, പെട്ടെന്നാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് അല്ലേ. സഡൻ
ചേഞ്ചസ് ആണ് നമ്മുടെ ഇൻപുട്ടിൽ ഉണ്ടായത്. അപ്പോൾ ഒരു സഡൻ ചേഞ്ചസ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് ആവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ് ആണോ വരുന്നത് അതിനെ കംപ്ലീറ്റ്ലി എങ്ങോട്ടേ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു 0th ടൈമിൽ ഓക്കെ വോൾട്ടുള്ള സിഗ്നലാണ് വരുന്നത്, പെട്ടെന്നുള്ള സഡൻ ചേഞ്ച്. അതായത് നമ്മൾ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അതേ വോൾട്ട് ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു വോൾട്ട് സിഗ്നൽ ഔട്ട്പുട്ടിൽ അക്രോസ് ചെയ്യും. So this is happen when the step signal is applied at the input of our RC high pass filter. So listen, അങ്ങനെ ഒരു കേസിൽ നെക്സ്റ്റ് അങ്ങനെയാണെന്ന സമയത്ത് നെക്സ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഉണ്ട്. ഓക്കെ, വെൻ ദ സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് വി വോൾട്ട് ഈസ് അപ്ലൈ ടു ദ ഇൻപുട്ട് ദ കപ്പാസിറ്റർ ബിഗൻ ടു ചാർജ് ആൻഡ് ദ ഔട്ട്പുട്ട് ഡീക്കേസ് എക്സ്പോണൻഷ്യലി. അപ്പോൾ എന്ത് സംഭവം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് ആവുന്നു. ഷോർട്ട് സർക്യൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഇതെന്താ, കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ആ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്ത ശേഷം പിന്നെ ഡിസ്ചാർജിങ് ആ ചെയ്യുന്നത്. ആ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേ ചെയ്യാൻ വരിക, ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രിമെൻ്റ് ആണ് ആ ഒരു ഡിസ്ചാർജിങ് ആണ് എന്തിനു വരിക, കപ്പാസിറ്ററിന് വരിക. സോ ദാറ്റ് എക്സ്പോണൻഷ്യൽ ഡീക്കേ ദാറ്റ് വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ ദ ഇക്വേഷൻ ആസ് വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ടി ഡിവൈഡ് ബൈ ആർ സി. സോ ലിസൺ, ഈ ഒരു ടൈമിൽ ആർ സിയുടെ വാല്യൂ എന്തായതാ, ഓക്കെ സോറി, ഈ ഒരു ടൈമിൽ നമ്മളെ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്ര, 0 ആ 0 വരുന്ന സമയത്ത് സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ടി ആസ് 0 വി ഗെറ്റ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ടി 0 കൊടുത്ത ഇ റേസ് ടു 0 വരും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ വി ഗെറ്റ് വി ഔട്ട് ആസ് വി. ഇതിൻ്റെ ഈ ഇൻപുട്ടിൽ എത്രയാണോ ഇൻപുട്ടിൻ്റെ വോൾട്ടേജിൽ അത് തന്നെ നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടും. ആൻഡ് സെയിം തിങ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടി സിഗ്നൽ ഇങ്ങനെ കൂടി വരിക, ടിയുടെ വാല്യൂ ഇങ്ങടെ കൂടി വരല്ലേ, ആ സമയത്തൊക്കെ ഈ വി എന്ന് പറയുന്ന വോൾട്ടേജാണ് നമുക്കുള്ളത്. ഓക്കെ, ആ ടൈമിലൊക്കെ അപ്പം നമ്മൾ ടിയുടെ വാല്യൂ കൂട്ടി കൊടുക്കുക. പക്ഷേ നമ്മൾ ടിയുടെ വാല്യൂ കൂട്ടി കൊടുക്കുന്ന സമയത്ത് ദ ടി വാല്യൂ ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ്, ഓക്കെ, ഇറ്റ്സ് വിൽ ബി ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് അവർ ആർ സി. ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടോ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടീനെ. സോ ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മൾ നെക്സ്റ്റ് വാല്യൂ എന്താ, 0.5 ആർ സി എടുത്തു. നെക്സ്റ്റ് ടിയുടെ വാല്യൂ ആർ സി എടുത്തു, 1 ആർ സി എടുത്തു, പിന്നെ നമ്മൾ 2 ആർ സി എടുത്തു. അങ്ങനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് അത് നമ്മൾ ഇങ്ങടേക്ക് പോവാണ്. ഈ ഓരോ പോയിന്റിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും വാട്ട് ആപ്പൻ ദാറ്റ് പോയിന്റ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതേ പോയിന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ എക്സ്പ്രഷനിൽ കൊടുത്ത് കാണും. അപ്പം നമുക്ക് താഴേക്ക് പോകുന്നതിനനുസരിച്ച്, അതായത് ടിയുടെ വാല്യൂ കൂടി പോകുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഡിക്രിമെൻറ്റ് ചെയ്ത് പോകുന്നത് കാണും. സോ ദാറ്റ്സ് മീൻസ് നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയൊക്കെ ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ഡിക്രിമെൻറ്റ് ചെയ്ത് വരും. സോ ദിസ് ഈസ് ഹാപ്പൻ വെൻ എ സ്റ്റെപ്പ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് അവർ RC high pass filter. Okay, then next we are going to discuss about the square wave. What happens when the square wave will be given as the input of our RC high pass filter. So listen, this is the square wave. ഒരു സ്ക്വയർ വേവ് എന്ന് പറയുന്ന സമയത്ത് ലിസൺ, ഇവിടെ ഒരു സ്ക്വയർ വേവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഫസ്റ്റ് ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സ്ക്വയറും നെഗറ്റീവ് സ്ക്വയറിൻ്റെയും ടോട്ടൽ ടൈം പീരീഡാണ് നമ്മളെ ടൈം പീരീഡ് ആയിട്ട് എടുക്കുന്നത്. നമുക്കിവിടെ ഒരിക്കലും കമ്പൽസറി പറയാൻ പറ്റില്ല ഇവിടുത്തെ ഫസ്റ്റ് ടൈം പീരീഡ്, ഫസ്റ്റ് പോസിറ്റീവ് സൈഡിൻ്റെ ടൈം പീരീഡ് നെഗറ്റീവ് സൈഡിൻ്റെ ടൈം പീരീഡ് ഈക്വൽ ആവണമെന്ന്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, സ്ക്വയർ വേവ് ആണ്. സോ സ്ക്വയർ വേവ് നമ്മളിത് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് T1ഉം T2 ഈക്വൽ അല്ല. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് അങ്ങ് പോവാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലിസൺ, ഞാൻ നിങ്ങളടുത്ത് ഫസ്റ്റ് പറഞ്ഞു, ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണെച്ചാൽ വാട്ട് ഹാപ്പൻ, അവർ കപ്പാസിറ്റർ ഈസ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ദ സെയിം തിങ് ഹാപ്പൻ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ആദ്യത്തെ കേസിൽ എന്ത് സംഭവിച്ചാൽ നമ്മുടെ ഈ പോസിറ്റീവ് പീക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. സോ ദ സെയിം തിങ് ഇൻ ദ കേസ് ഓഫ് ദ സ്റ്റെപ്പ് സിഗ്നൽ വാട്ട് ഹാപ്പൻ, ഈ സ്ക്വയർ വേവിൽ ഈ ഒരു ഫസ്റ്റ് കേസിൽ എന്ത് കപ്പാസിറ്റർ ഷോർട്ട് ആവും. സോ ഷോർട്ട് ആവുന്ന സമയത്ത് അതേ ഔട്ട്പുട്ട് എന്ത് കിട്ടും, നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ എന്താ സംഭവിക്കുന്നത്, അവിടെ കപ്പാസിറ്റർ ചാർജിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ചാർജിങ് നടക്കുന്ന സമയത്ത് നമ്മൾ കപ്പാസിറ്റർ ചാർജിങ് നടക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്തൊരു എക്സ്പോണൻഷ്യൽ ഡീക്കേ വരിക. നമുക്ക് ഓൾറെഡി ഔട്ട്പുട്ട് വി ഔട്ട് ഇസ് ഈക്വൽ ടു V1 ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ടി ഡിവൈഡ് ബൈ RC. അതായത് നമ്മുടെ ടിയുടെ വാല്യൂ ഇതൊക്കെയാണ്.
അല്ലേ? ഈ ടിയുടെ വാല്യൂ ഇതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഇതിനെ സംബന്ധിച്ചോളം ടിയുടെ വാല്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാം. അപ്പോൾ ഇറ്റ് വിൽ ബിക്കം 0 എ പെർട്ടിക്കുലർ പോയിന്റ്. ബട്ട് ഇവിടുത്തെ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെയുള്ളൂ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടിയുടെ കേസ് വാല്യൂ വരെ, അതായത് നമ്മളെ T1ന്റെ വാല്യൂ എത്രയാണോ ആ ഒരു വാല്യൂ വരെ എന്ത് സംഭവിക്കും? ഇത് എക്സ്പോണൻഷ്യൽ ഡീകേ സംഭവിക്കും. ആൻഡ് വി ഗെറ്റ് ഒരു T1ന്റെ വാല്യൂ, ആ ഒരു T1 പെർട്ടിക്കുലർ T1 ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നമുക്ക് അവിടെ എറൈസ് ചെയ്യും. സോ ലിസൺ, ഇവിടെ നമ്മളൊരു പോയിന്റ് വരച്ച് ഇവിടെ ഈ ഒരു പോയിന്റിന്റെ പെർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അത്. മനസ്സിലാവുണ്ടോ? സോ സെയിം തിങ് ഇവിടെ T1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടൈം പീരീഡ് ഉണ്ട്. ആ T1 എന്ന് പറയുന്ന ടൈം പീരീഡിന്റെ V2 അത്. അതിനുശേഷം T1 അവിടെ ഒരു T1 എന്ന് പറയുന്ന പോയിന്റിന് ശേഷം ഇൻപുട്ടിലെ T1 എന്ന് പറയുന്ന പോയിന്റ് ടൈം പീരീഡ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഇറ്റ് വിൽ ബി ചേഞ്ചസ്. ഓക്കെ, എന്തായത് ഇത് ചേഞ്ച് ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് ഫേസിലേക്ക് വരും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ? ആ ഒരു സമയത്ത് നമ്മളെ കപ്പാസിറ്റർ, അതായത് പെട്ടെന്നുണ്ടാകുന്ന അവിടെ എന്താ സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പം ആ T1 നടന്ന സമയത്ത് നമുക്ക് V2 നടന്ന ഔട്ട്പുട്ടാണ് ആ ഒരു ടൈമിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? ഇൻപുട്ട് അങ്ങ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് എന്ത് വരും? അതുവരെ ചാർജ് ചെയ്ത് എത്രയാണോ വോൾട്ടേജ്, ആ വോൾട്ടേജിന് എന്ത് ഡിസ്ചാർജ് ചെയ്യും നമ്മളെ കപ്പാസിറ്റർ. സോ ദാറ്റ് ഈസ് അവർ V3. സോ V3 അതിന് ശേഷം എന്ത് സംഭവിക്കും? ഈ V3ക്ക് ശേഷം നമുക്ക് V3 കിട്ടി. അതിന് ശേഷം എന്താ വെച്ചാൽ കപ്പാസിറ്റർ അഗെയിൻ ഡിസ്ചാർജസ് എക്സ്പോണൻഷ്യലി. കപ്പാസിറ്റർ എന്താ വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യും. ഒരു T2 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ അതെന്ത് ഡിസ്ചാർജ് ചെയ്യും. ആ T2 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ ഡിസ്ചാർജ് ചെയ്ത് വെച്ചാൽ വാട്ട് ഹാപ്പൻ? അവിടെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇത് അഗെയിൻ ചാർജിങ്. ഓക്കെ, അങ്ങനെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കും. പക്ഷേ ഇതും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് പോവുക. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ്, T1 T2 എന്ന് പറയുന്നത് രണ്ട് പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെയുള്ളൂ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നുള്ളൂ. സോ വി ഗെറ്റ് ദ വേവ് ഫോം ലൈക്ക് ദിസ് അറ്റ് ദ ഔട്ട്പുട്ട് വെൻ ദ സ്ക്വയർ വേവ് ദാറ്റ് വിൽ ബി അപ്ലൈഡ് അറ്റ് ദ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ടിൽ നമ്മൾ ഒരു സ്ക്വയർ വേവ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് RCയുടെ കേസിൽ ഉണ്ടാവുക, RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ ഉണ്ടാവുക. Okay, next we are going to discuss about what happen. Okay, what happen when these two T1 and T2 are equal. ഞാൻ നമ്മളിപ്പം സ്ക്വയർ വേവിന്റെ കേസ് ഡിസ്കസ് ചെയ്ത് T1 T2 ഈക്വൽ അല്ല എന്നുള്ള കേസിലാണ് അല്ലേ? അതായത് ഇനി നെക്സ്റ്റ് നമ്മൾ T1 T2 ഈക്വൽ ആണ്. ദാറ്റ്സ് മീൻസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സിമ്മട്രിക് സ്ക്വയർ വേവ്. ഒരു സിമ്മട്രിക് സ്ക്വയർ വേവിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നത് കേൾക്കാം. അതായത് ഒരു സിമ്മട്രിക് സ്ക്വയർ വേവ് ആവുന്ന സമയത്ത് T1 T2 എന്താവും? ടോട്ടൽ ടൈം പീരീഡിന്റെ ഹാഫ് ആയിരിക്കും അല്ലേ? സോ വി ഗെറ്റ് V1 ആസ് V1 നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു V/2 ഹാഫ് ആയിരിക്കും കിട്ടുക. അതായത് നമുക്ക് ഇവിടെ വരുന്ന സിഗ്നൽ ഓക്കെ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുത്ത ഇൻപുട്ടിന്റെ ഹാഫ് ആയിരിക്കും കിട്ടുക. എൻ്റെ V3 എന്ന് പറയുന്നത് മൈനസ് ഓഫ് V1 ആയിരിക്കും. ഓക്കെ, സോ ലിസൺ, V4 എന്ന് പറയുന്നത് മൈനസ് ഓഫ് V2 ആയിരിക്കും. സോ ലിസൺ, വാട്ട് ഹാപ്പൻ ഈസ് ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുക. അതായത് ഇതിൻ്റെ വിടുത്തും ഇതിൻ്റെ വിടുത്ത് എന്തായാലും ഈക്വൽ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? ഒരു സിമ്മട്രിക് സ്ക്വയർ വേവ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ പറയാം, ഇഫ് RC നമ്മളെ ടൈം കോൺസ്റ്റന്റ് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ അവർ T1 ആൻഡ് T2. T1ൻ്റെ T2ൻ്റെ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കാം. ടു ദ സിമ്മട്രിക് ഇൻപുട്ട് വേവ് ഫോം ദ പോർഷൻ ഓഫ് ദ ഫിഗർ 1 ബിക്കം ദ അപ്രോക്സിമേറ്റ്ലി ലീനിയർ. എന്തായിരിക്കും? നമുക്ക് ഇത് ലീനിയർ ആയിട്ടാണ് കിട്ടുക. ഈ ഒരു എക്സ്പോണൻഷ്യൽ കേസിലിടാം. ഓക്കെ, നമ്മൾ ഇവിടെ ഇപ്പം വരുന്നത് എങ്ങനെയാണ്? ഒരു എക്സ്പോണൻഷ്യലാണ് അല്ലേ? എക്സ്പോണൻഷ്യലി ആണ് വരുന്നത്. ഇഫ് കേസ് RCയുടെ വാല്യൂ വെരി മച്ച് ഗ്രേറ്റർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻ? നമുക്ക് ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സിഗ്നൽ വരിക, ഇങ്ങനെ വരും. അതായത് ആക്ച്വലി നമുക്ക് നോർമൽ കണ്ടീഷൻ വെച്ചാൽ നമുക്കൊരു എക്സ്പോണൻഷ്യൽ സിഗ്നലായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഇങ്ങനെ വരും. പക്ഷേ ഇപ്പോൾ RCയുടെ വാല്യൂ വെരി മച്ച് ഗ്രേറ്റർ ആണ് വെച്ചാൽ വാട്ട് ഹാപ്പൻ? ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയുള്ള സിഗ്നൽ ഒരു പീക്ക് സിഗ്നൽസ് ഹാഫ് പീക്ക് വരും. ഇവരൊരു എക്സ്പോണൻഷ്യൽ കേർവ് ഉണ്ടാവില്ല. സോ അതാണ് ഇപ്പം പറഞ്ഞത് ലീനിയർ ആയിട്ട് വരിക. പിന്നെ ഇവിടെ വരുന്നൊരു എഫക്റ്റാണ് ടിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടിൽറ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് RC സർക്യൂട്ട് ഈസ് ടു ഇൻട്രൊഡ്യൂസ് എ ടിൽറ്റ് ഓൺ ദ വേവ് ഫോം. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ വിൽ ബി ദ പെർസെൻറ്റേജ് വിൽ ബി കാൽക്കുലേറ്റഡ് ഇൻ ദ കേസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടിൽറ്റ് പെർസെൻറ്റേജ് വിൽ ബി ഈക്വൽ ടു V1
V1 മൈനസ് V2 ഡിവൈഡ് ബൈ V ഡിവൈഡ് ബൈ 2 ടോട്ടൽ വോൾട്ടേജ് ആണ് ഇത്. സോ വിച്ച് വിൽ ബിക്കം ഇപ്പം നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ബേസിൽ നോക്കിയത് ഇസൺ V1 V2ൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് നമുക്കറിയാം, നമ്മളെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ അറിയാം, എക്സ്പൊണൻഷ്യൽ ഫോം അറിയാം. സോ അത് നമ്മൾ എന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, V1നെ നമ്മൾ V1 ആയിട്ട് കൊടുക്കുക, V2നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, V2 will be equal V1 into e raised to minus T1 divided by RC. So that value that will be substituted here. So what happened, V1 minus V1 into e raised to minus T1 divided by RC divided by V divided by 2. Okay, so next ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് V1 ഉണ്ട്, V1 കോമൺ ആയി പുറത്തെടുത്തു. സോ വി ഗെറ്റ് 1 മൈനസ് e raised to minus T1 divided by RC divided by V divided by 2. സോ ലിസൺ, അപ്പം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക വെച്ചാൽ 1 മൈനസ് എക്സ്പോണൻഷ്യൽ ടേമിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുക. ദാറ്റ്സ് മീൻസ് e raised to minus x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാം. അതൊക്കെ എക്സ്പോണൻഷ്യൽ സീരീസിലെടുത്താൽ. സോ നമുക്ക് അതുപോലെ അങ്ങനെയാണെങ്കിൽ e raised to minus T1 divided by RC നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 1 മൈനസ് T divided by RC എന്ന് എക്സ്പ്രസ് ചെയ്യാം. സോ അവർ ഇക്വേഷൻ വിൽ ബിക്കം ഈ V1 into 1 മൈനസ് T divided by RC divided by V2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ T1 എന്ന് പറയുന്ന വാല്യൂ, ഇവിടെ T1 ആണേ. ലിസൺ, ദിസ് ഇസ് അവർ T1. T1ൻ്റെ വാല്യൂ വെരി മച്ച് ലെസ് ദാൻ RC ആണ് എടുക്കുക. സോ വാട്ട് ഹാപ്പൻ, സോ എന്ത് സംഭവിക്കും, നമ്മളെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഡിനോമിനേറ്റർ കൂടിയാലും എന്ത്, ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 അല്ലേ. സോ വി ഗെറ്റ് ഇറ്റ് ആസ് എന്ത് സംഭവിക്കും, 1 മൈനസ് 1 plus T1 divided by RC. So we get it as TP is equal to V1 divided by V1 divided by V into T1 divided by RC. ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ആ ഒരു കേസിലേക്ക് പോയിട്ടില്ല. 1 മൈനസ് 1 എന്ന് വെച്ചാൽ ബിക്കോസ് 0. സോ അപ്പോൾ ഒരു ടേം ഉണ്ടാവുള്ളൂ, T1 by RC എന്നുള്ള ടേം ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എങ്ങനെ എന്ത് ചെയ്താം, V1 divided by V2 into T1 divided by RC എന്ന് എഴുതാം. ഓക്കെ, സോ ഫോർ ഇൻ ദ കേസ് ഓഫ് സിമ്മട്രിക് വേവ് ഫോം, ഇത് ജനറൽ ഇക്വേഷനോ. ഓക്കെ, സിമ്മട്രിക് വേവ് ഫോമിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും, നമ്മൾ T1ഉം T2 ഈക്വലാണ് അല്ലേ. T1 എന്തെടുക്കാം, T divided by half എടുക്കാം. സോ T1 is equal to T divided by half എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എന്ത് സംഭവിക്കടാ. സോ ഇവിടെ ഒരു ലിസൺ, ഇവിടെ ഒരു ബൈ 2 ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഇക്വേഷൻ എന്ത് സംഭവിക്കും, TP is equal to V divided by 2 divided by V by 2 into T divided by 2 into RC. Okay, so V by 2 just cancel. So we get the equation for that in the case of tilt is T divided by 2 RC. Okay, so we can convert this in the term of percentage. That's mean T divided by 2 RC into 100. Okay, so here tilt എന്ന് പറയുന്ന സമയത്ത് when the pulse is applied to the input of the differentiator whose time constant is high, the output pulse amplitude is found to be lag by an amount which is expressed in terms of percentages terms as tilt. അതായത് ടിൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു പൾസിക്കണല്ലോ, ഒരു സ്ക്വയർ വേവ്സോ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ പൾസോ സ്ക്വയറോ കൊടുക്കുന്ന സമയത്ത് it should be act as a input of a differentiator whose time constant will become high. ടൈം കോൺസ്റ്റന്റ് എന്തായിരിക്കും, ഹൈ ആവും. ആ സമയത്ത് എന്തൊരു ചെറിയൊരു ലാഗ്, ഔട്ട്പുട്ടിൽ ചെറിയൊരു ലാഗ് വരും. ഈ ഒരു ലാഗിനെയാണ് എന്ത് പറയുന്നത്, ടിൽറ്റ് എന്ന് പറയുന്നത്. സോ ഈ ടിൽറ്റ് നമ്മളെ മെയിൻലി എക്സ്പ്രസ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിനാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെൻ ദ പൾസ് സിഗ്നൽ ആസ് എ ഇൻപുട്ട്. നമ്മുടെ പൾസ് സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് വരുന്നതെങ്കിൽ, ഓക്കെ, പൾസ് സിഗ്നൽ ഇൻപുട്ടായി വരുന്ന സമയത്ത് സെയിം തിങ്. ഓക്കെ, നമ്മൾ സ്ക്വയർ വേവിൻ്റെയും ട്രയാങ്കുലർ വേവിൻ്റെയും ഒക്കെ സെയിം കേസ് തന്നെയാണ് വരിക. പക്ഷെ ഇവിടെ ഒരു ബട്ട് ദ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ, exponential charging and discharging which will be depend upon the factor R into C. R എന്ന് പറയുന്നത്